ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കേരളം തട്ടിപ്പിന് പറ്റിയ നല്ല വളക്കൂറുള്ള മണ്ണാണെന്ന് ചിലപ്പോഴൊക്കെ തോന്നിപ്പോകുന്നുണ്ട്. പ്രത്യേകിച്ചും സാമ്പത്തികമായിട്ട് ഒത്തിരിയേറെ മലയാളികളുടെ പണം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഒത്തിരിയേറെ കുറികൾ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് പാതിയുടെ തട്ടിപ്പിൻ്റെ പേരിൽ കുറേ ആൾക്കാരുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനു മുമ്പ് ബാങ്കുകൾ പൊളിയുന്നു. പിന്നെ സാമ്പത്തിക നഷ്ടം സംഭവിച്ച ഒത്തിരിയേറെ മലയാളി കുടുംബങ്ങളുണ്ട്. പിന്നെ സുശിക്ഷ ഭാഗത്ത് ഒരു ധനവാനോട് കർത്താവ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ധനവാന് സ്വയത്തിൽ പ്രവേശിക്കുക ഒത്തിരി ദുഷ്കരമാണ്, അതുകൊണ്ട് നിന്റെ സമ്പത്ത് ദരിദ്രർക്ക് കൊടുക്കുകയാണ്. കാരണം അവരുടെ സമ്പത്ത് ഒരുപക്ഷെ അവർക്ക് ദൈവമായിട്ട് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സമ്പത്ത് കഴിഞ്ഞിട്ട് അവർക്ക് വേറെ എന്തോ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ സമ്പത്തിൻ്റെ സ്ഥാനത്ത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് സമ്പത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് തടസ്സമായേക്കാം. അതുകൊണ്ട് ഈ നോമ്പുകാലത്ത് നമ്മുടെ ദൈവമല്ലാതെ വേറെ എന്തെങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ അതിനെ മാറ്റി ദൈവത്തെ പ്രതിഷ്ഠിക്കാം. നന്ദി.